ഹായ് ഫ്രണ്ട്സ്, ആപ്പൻ്റെയും ആൻറ്റീൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയതാണ്. കേക്കൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. നമ്മളെല്ലാവരും റെഡിയായി നിൽക്കുന്നത് വെള്ളിക്കിൽ പാർക്കിലേക്ക് പോകാനാണ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ അനിയൻ വിളിച്ചിട്ടുണ്ടായത്. അവനോടാണ് ഞാൻ ആക്ച്വലി ടാറ്റ പറഞ്ഞത്. ബാക്കിൽ നിൽക്കുന്ന 3 ആൾക്കാരാണ് കേട്ടോ എനിക്ക് ടാറ്റ തന്നത്. അപ്പോൾ അതെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മളെ കേക്കും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് നമ്മൾ വെള്ളിക്കിൽ പാർക്കിൽ നിന്നാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഇവർ കേക്ക് നമ്മൾ എടുക്കുന്നതൊന്നും കാണാൻ വേണ്ടി പാടില്ല. കാരണം കേക്ക് കൊടുത്തുകൊണ്ടാണല്ലോ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിതാ അവരെ ആദ്യം തന്നെ അവരെ വണ്ടിയിൽ പറഞ്ഞു വിട്ടു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കേക്കും എടുത്തിട്ട് നമ്മളെ വണ്ടിയിൽ ബാക്കിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ പകുതിക്ക് ഒരു കട കണ്ടപ്പം അവിടെ ചവിട്ടി നിർത്തിയിട്ടുണ്ട്. വെള്ളം വാങ്ങിക്കാനാണ്. അതായത് ഈ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തൊക്കെ വാരി തേക്കണം എന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ ഈ വെള്ളം വാങ്ങിച്ചത്. അപ്പോൾ കൈ കഴുകാൻ വേണ്ടി വെള്ളം വേണ്ടേ, അതിന് വേണ്ടി നമ്മൾ എല്ലാം നേരത്തെ തന്നെ സെറ്റാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ വെള്ളിക്കിൽ അവരാണല്ലോ ഫസ്റ്റ് പുറപ്പെട്ടത്. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിർത്തിയതിന് ശേഷം അവരോട് പറഞ്ഞു നമ്മൾ ബാക്കിൽ തന്നെ വാ, നമ്മളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ അവരും അവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസും എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഇത്തിരി വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവും, പക്ഷേ വൈബാണ് കേട്ടോ. നമ്മൾ വെറുതെ ഈ വെള്ളിക്കിൽ പാർക്കിൽ ഇങ്ങനെ രാത്രിയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കാറുണ്ട്. നല്ല അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ. അപ്പോൾ ഇതാ ക്യാൻഡിൽസ് കത്തിക്കാനുള്ള തീപ്പെട്ടി എടുക്കാതെയാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ എല്ലാവർക്കും. ക്യാൻഡിൽസൊക്കെ മേടിച്ചു, പക്ഷേ തീപ്പെട്ടി എടുത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഏതോ ആൾക്കാരുടെ തോന്നി ഇവർ തീപ്പെട്ടിക്ക് വാങ്ങിച്ച് കേക്ക് കട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മറ്റേ ആ പതയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരുടെ മുഖത്ത് നല്ല പോലെ അടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർ. അതൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വിഷമം അത് കേക്കിലേക്ക് ആയിപ്പോകുമോ എന്നുള്ളതായിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, കേക്കിലേക്ക് ആക്കരുത്. അപ്പോൾ ഇതൊക്കെ അവരിതാ പൊറുക്കി കളയുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ഇവിടെ തീരെ വെളിച്ചില്ലായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇത് കേക്ക് ഇത്രയെങ്കിലും വെളിച്ചം കിട്ടിയത്. അപ്പോൾ ഇനി കേക്ക് ഒക്കെ അവർ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും വീതിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു അമ്മമ്മ കൂടിയുണ്ട്. അമ്മമ്മേനെ നമ്മൾ കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മമ്മ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫോഗൊക്കെ അടിച്ച് എന്താ പറയുക അതൊക്കെ അടിച്ചൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അത് ആൻറ്റിയുടെ വകയാണ് കേട്ടോ. ആപ്പൻ്റെ വകയുള്ള ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ആൻറ്റി കൊടുത്ത ഗിഫ്റ്റ് സ്പോട്ടിൽ തന്നെ അപ്പൻ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പേഴ്സ്, ഷൂ, ടീഷർട്ട് ഇതാണ് ആൻറ്റി കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട്. ആപ്പനെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് എവിടെയെങ്കിലും പോയി സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ വളരെ ചെറിയ രീതിക്കാണെങ്കിൽ കൂടി നമ്മുടെ മൈൻഡിനത് ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം എന്നല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു വെറൈറ്റി എപ്പോഴും വീട്ടിൽ നിന്നൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ മാറ്റി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ ഷെൽട്ടറിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, 3 പേര്. അപ്പോൾ അവർക്ക് കേക്ക് കൊടുക്കാൻ പോയതാണ്. അങ്ങനെ അവർക്ക് കേക്കൊക്കെ കൊടുത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. വീണ്ടും നമ്മൾ ആ വണ്ടിയിൽ അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പൊട്ടിച്ചിട്ട വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടുന്ന് നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചപ്പം, അപ്പം അതൊക്കെ നമ്മൾ പൊറുക്കിയെടുത്ത് സഞ്ചിയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ പറയുക വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം പ്ലേസായ
നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോഴും പോകുന്ന ഹോട്ട് ആൻഡ് കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ ധൻഷു ആണെങ്കിൽ ഇവർ വന്നതിന് ശേഷം, ഇവർ തൃശ്ശൂരാണ് കേട്ടോ ഇവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഈ അപ്പൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ധൻഷുവിനെ നമുക്ക് കിട്ടാറേ ഇല്ല. അപ്പോൾ അവർ ഫുൾ ടൈം അവരുടെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. അവരെ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അവരും നമ്മളെ വെക്കില്ല, അവർ വണ്ടി അവിടെ കുറച്ചങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് അവർ നടന്നു വരുന്നത് കേട്ടോ. നമ്മൾ വന്നതിൻ്റെ ബഹളങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. കാരണം നമ്മളവിടെയുള്ള ടേബിളൊക്കെ മൊത്തം ഒരു ഫാമിലി സെറ്റപ്പാക്കി മാറ്റി ഇത് അങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് സംഭവം ഓരോരാൾക്ക് വേണ്ടതും ഓർഡർ ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ഇതാ ധൻഷു ബേബിൻ്റെ ഫ്രൈഡ് റൈസാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ അൽഫാം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പം പൊളിച്ചത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പൊറോട്ടയാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതാ എല്ലാവരും ഫുഡ് അടിയാണേ. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളിക്കീൽ തന്നെ പാർക്കിൽ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ഷെൽട്ടറിൽ പോയി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ധൻഷുവിൻ്റെ ഡാൻസ് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വെള്ളിക്കീൽ പാർക്കിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇരുട്ടത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാനായിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോവുകയാണ്. ധൻഷു ബേബി വീണ്ടും അവരെ വണ്ടിയിൽ തന്നെയാണ്, നമ്മളെ കൂടെ വരുന്നില്ലായിട്ടില്ല. അപ്പോൾ അത് അവൻ മുന്നിലെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ അവർ കാണിക്കുന്നുണ്ട്, അതാണ് കാണിച്ചത്. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എന്താ അവർ തൃശ്ശൂരേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങാണ്. ധൻഷു ബേബിയും നമ്മളൊക്കെ ഭയങ്കര സങ്കടമായിരിക്കട്ടെ ഇവർ വന്നിട്ട് തിരിച്ചു പോകുമ്പം. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നു മൺചിത്രത്തെ അതിലെ ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, എന്താ പറയുക മോഹൻലാലൊക്കെ കാറെടുത്ത് ലാസ്റ്റ് പോകുന്നത്, അതാണ് ഓർമ്മ വരിക. അപ്പോൾ ഇവരെപ്പോഴും പോകുമ്പം ആ വണ്ടി ഇങ്ങനെ എന്താ പറയുക കണ്ണെത്താ ദൂരത്ത് എത്തുന്നവരെ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് എന്തോ ഒരു ഫീലിങ്സാണ് എപ്പോഴും. അപ്പോൾ സെയിം എനിക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു എന്താ പറയുക സീനാണ് ഓർമ്മ വരിക. അപ്പോൾ എന്തോ മൈൻഡിലൂടെ അതിലുള്ള പാട്ടുകളൊക്കെ ഓർമ്മ വരാറുണ്ട് കേട്ടോ. അത് ഇവർ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.